നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് ക്രാഷ് കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം JCയുടെ എക്സാം അടുത്ത് വരുന്നു, കേരള ബാങ്കിൻ്റെ എക്സാം അതിനുശേഷമുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെഷൻ 81 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നന്നായിട്ട് പഠിക്കുക. ഓരോ സെക്ഷനും അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. ചാപ്റ്റർ 13 സെക്ഷൻ 81 മുതൽ 87 വരെയും റൂള് 95 മുതൽ 125 വരെയുമാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, റൂൾസ് കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ റൂൾസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്തെ ഓരോ ചെറിയ ക്വസ്റ്റ്യൻസും ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും റൂൾസിനകത്ത് അമെൻമെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ എമൗണ്ട്സ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഇത്ര എമൗണ്ടേ ഉള്ളൂ, നിങ്ങൾ എഴുതത്തില്ല, എന്നെ എന്താ കളിയാക്കാൻ വേണ്ടിയാണ് 5 രൂപ 50 പൈസ കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ തോന്നും. അത് അങ്ങനെയല്ല. ആ റൂളിനകത്ത് അവിടെ അമെൻമെന്റ്സ് ഒന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് പഴയ രീതിയിൽ കിടക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 81 മുതൽ 87 വരെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം, നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ എത്ര അപ്പലന്റ് അതോറിറ്റീസ് ഉണ്ട്? ഹൗ മെനി അപ്പലന്റ് അതോറിറ്റീസ്? പറ, അത് ഏതൊക്കെയാണ്? പറയടെ. അപ്പീലും റിവിഷനും റിവ്യൂ ഒക്കെ നടത്തുന്ന അപ്പലന്റ് അതോറിറ്റീസ് ഉണ്ട്. സഹകരണ മേഖല. അത് ഏതൊക്കെയാണ്? 3 എണ്ണം. ട്രിബ്യൂണൽ, രജിസ്ട്രാർ, ഗവൺമെന്റ്. ട്രിബ്യൂണൽ, രജിസ്ട്രാർ, ഗവൺമെന്റ്. ഈ പറയുന്ന ട്രിബ്യൂണലും രജിസ്ട്രാറും ഗവൺമെന്റും ഈ അപ്പീലും റിവിഷനും റിവ്യൂ ഒക്കെ നടത്തുമോ? എല്ലാം നടത്താനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ ഉണ്ട്. ട്രിബ്യൂണൽ അപ്പീൽ പോവാം, അല്ലെ? ട്രിബ്യൂണൽ മേൽ അപ്പീൽ പോവാം. റിവിഷൻ, യെസ്, അതും റിവിഷനും പോസിബിൾ ആണ്. റിവ്യൂ, അതും പോസിബിൾ ആണ്. ഇൻ ദ കേസ് ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ്, അങ്ങനെ അങ്ങ് പഠിച്ചു. ഇവിടെ രണ്ടിടത്തും റിവ്യൂ മാത്രം സാധ്യമല്ല. റിവ്യൂ മാത്രം സാധ്യമല്ല. അപ്പീലും റിവിഷനും സാധ്യമാണ്. അപ്പൊ അതങ്ങനെ അങ്ങ് പഠിച്ചോണം. ട്രിബ്യൂണലിൽ എല്ലാം ഓക്കെ. 3, അതായത് അപ്പീലും റിവിഷനും റിവ്യൂ, അത് 3ഉം ട്രിബ്യൂണൽ അവിടെ അത് പോസിബിൾ ആണ്. ട്രിബ്യൂണൽ മേൽ നമുക്ക് പോസിബിൾ ആണ്. എന്നാൽ രജിസ്ട്രാർ മേലോ ഗവൺമെന്റ് മേലാണ് അപ്പീൽ പോകാം, റിവിഷനും പോകാം. എന്നാൽ റിവ്യൂവിന് അവിടെ പോകാൻ സാധിക്കത്തില്ല. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. 3 അപ്പീലിന്റെ അതോറിറ്റിയാണ്. 1 ട്രിബ്യൂണൽ, 2 രജിസ്ട്രാർ, 3 ഗവൺമെന്റ്. ഓക്കെ, ഇനി സെക്ഷൻ 81 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ട്രിബ്യൂണൽ. അതാണ് ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ, അല്ലേ? ഓക്കെ, ദ ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ. പഠിച്ചു ചോദിക്കും, ട്രിബ്യൂണൽ എത്ര അംഗങ്ങളുണ്ടെന്ന്. സിംഗിൾ മെമ്പർ പഠിച്ച് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ, കേട്ടോ? ഓക്കെ, ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിക്ട് ജഡ്ജിൽ കുറയാത്ത ആളായിരിക്കും. എന്താണ്? ഡിസ്ട്രിക്ട് ജഡ്ജിൽ കുറയാത്ത ആളായിരിക്കും. ട്രിബ്യൂണലിനെ സംബന്ധിക്കുന്ന റൂൾസ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മേക്ക് ചെയ്യാനുള്ള, ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ആരാണ്? അത് ഗവൺമെന്റ് ആണ്. മറന്നു നോക്കല്ല, പഠിച്ചു വെച്ചേക്കണം, ഗവൺമെന്റിനാണ്. ഈ ട്രിബ്യൂണലിന്റെ ടേം, സാലറി, അലവൻസ് ഒക്കെ നിശ്ചയിക്കുന്ന ആരാണ്? അതും ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർത്തു. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട, ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സിംഗിൾ മെമ്പർ ആണ്. ക്വാളിഫിക്കേഷൻ ഡിസ്ട്രിക്ട് ജഡ്ജിൽ കുറയാത്ത ആളായിരിക്കണം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നോട്ട് ചെയ്യുക. ക്വാളിഫിക്കേഷൻ ഡിസ്ട്രിക്ട് ജഡ്ജിൽ കുറയാത്ത ആളായിരിക്കണം. ട്രിബ്യൂണലിനെ സംബന്ധിക്കുന്ന റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണ്. ഈ ട്രിബ്യൂണലിന്റെ ടേമും സാലറിയും അലവൻസ് ഒക്കെ നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി സെക്ഷൻ 81A ഉണ്ട്. അവിടെയാണ് ഈ പറയുന്ന എന്താണ് പ്രൊവിഷൻസ് അസ് ടു ക്രിയേറ്റ് പെൻഡിങ് പ്രൊസീഡിങ്സിനെ പറ്റി പറയുന്നത്. പ്രൊവിഷൻസ് അസ് ടു ക്രിയേഷൻ പെൻഡിങ് പ്രൊസീഡിങ്സ്. ഇത് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടാണ്. അതായത് ട്രിബ്യൂണലിന് മുമ്പ് കേസുകൾ അല്ല അപ്പീല് കേട്ടുകൊണ്ടിരുന്ന അധികാരി ആരാണോ അവർ ആ കേസുകൾ ട്രിബ്യൂണലിൽ കൈമാറും. അത് ട്രിബ്യൂണൽ വരുന്നതിന് മുമ്പ് ആരാണോ ഈ ട്രിബ്യൂണലിൽ കേട്ടുകൊണ്ടിരുന്ന കേസുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് അത്തരം കേസുകൾ ട്രിബ്യൂണലിൽ നൽകണം. എന്നാൽ സെക്ഷൻ 32 എന്താണ്? സെക്ഷൻ 33 എന്താണ്? 32 സർചാർജ് ആണ്, അല്ലേ? സർചാർജ് ആണോ? പെട്ടെന്ന് എല്ലാവർക്കും തെറ്റുന്നതാണ്. എന്താണ്? സൂപ്പർ സെഷൻ, കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുക, അല്ലേ? ഓക്കെ 68 സർചാർജ്. അത് വിടും. ഓക്കെ, അപ്പം സെക്ഷൻ 32, 33 പ്രകാരം രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഓർഡറിന്മേൽ എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിൽ നൽകണം.
കേട്ടോ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ട്രിബ്യൂണലിന് മുമ്പ് കേസുകൾ അതിന്റെ അപ്പീൽ കേട്ടുകൊണ്ടിരുന്ന അധികാരി ആരാണോ അവര് ആ കേസുകൾ ട്രിബ്യൂണലിന് കൈമാറണം. ഇതൊക്കെ 81 പറയുന്നത്. അതായത് പ്രൊവിഷൻസ് as to certain pending proceeds അങ്ങനെ പഠിക്കണം കേട്ടോ. പ്രൊവിഷൻസ് as to certain pending proceeds. ഓക്കെ. അപ്പം ഈ പറയുന്ന ട്രിബ്യൂണലിന് മുമ്പ് കേസുകൾ അപ്പീൽ ആരാണോ കേട്ടുകൊണ്ടിരുന്ന അധികാരികൾ ആരാണോ അധികാരി ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ബിഫോർ ട്രിബ്യൂണൽ ഈ കേസ് കേൾക്കുന്നത് അവര് ആ കേസുകൾ ട്രിബ്യൂണലിന് കൈമാറണം. എന്നാൽ സെക്ഷൻ 32, 33 പ്രകാരമുള്ള കേസുകളാണ് രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഓർഡർമേൽ എന്തെങ്കിലും ആണെങ്കിൽ അത് ഗവൺമെന്റിന് നൽകണം എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ എന്തോ ഏതാ 32 എന്ന് പറയുമ്പോഴത്തേക്ക് സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റിയാണ്. കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുക എന്ന് പറയും. കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുക. എന്താ കമ്മിറ്റിയെ സൂപ്പർസീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റിയെ പിരിച്ചുവിടുക. കമ്മിറ്റിയെ പിരിച്ചുവിടുക. അത് സൂപ്പർ സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൃത്യമായിട്ട് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫങ്ഷൻസ് നടക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന നമുക്കറിയാം നോട്ട് ലെസ് ദാൻ 25 മെമ്പേഴ്സ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു നമ്പർ എന്താണ് ആ നമ്പറിൽ കുറയുകയാണ് അംഗങ്ങൾ വരുന്നതെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറെ ക്രൈറ്റീരിയ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്, സൂപ്പർ സെക്ഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ക്രൈറ്റീരിയ വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാം, കമ്മിറ്റിയെ മുഴുവൻ പിരിച്ചുവിടാം. എന്നിട്ടാണ് അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ ആണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. അപ്പൊ നമ്മൾ ഓഡിറ്റ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇവിടെ കുറച്ച് അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ? അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പറയാമോ എന്താ അമെന്റ്മെന്റ്സ് എന്ന്? അമെന്റ്മെന്റ്സ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാം? ഓർത്തിരിപ്പുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്താ ഞാൻ പറഞ്ഞ അമെന്റ്മെന്റ് എന്ന്? ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സൂപ്പർസീഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെയും ഓഡിറ്റിന്റെ സമയത്ത്, ഇപ്പൊ ഓഡിറ്റിന്റെ കേസിലും ഈ പറയുന്ന കമ്മിറ്റി കൃത്യമായിട്ട് ഈ പറയുന്ന ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ രജിസ്ട്രാറുടെ അനുവാദത്തോടു കൂടി സൂപ്പർസീഡ് ചെയ്യാൻ പറ്റും കമ്മിറ്റിയെ. അതൊക്കെ നമ്മൾ അന്നേരം പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഇങ്ങനെ സൂപ്പർസീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഒരു കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഭരണസ്തംഭനം ഉണ്ടാവും. അങ്ങനെ ഭരണസ്തംഭനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ മാറിപ്പോവുകയാണ്, എങ്കിലും ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കുറച്ചും കൂടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചത്. അപ്പൊ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആർക്കെങ്കിലും പറയാം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാനത് ഹാപ്പി ആയിരിക്കും നിങ്ങൾ അതിന്റെ ആൻസർ പറയാമെങ്കിൽ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതാണ്, കൃത്യമായിട്ട് പഠിപ്പിച്ച് വിട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എന്താണ് അമെന്റ്മെന്റ് എന്ന് ഒന്ന് പറയാമോ? ആർക്കെങ്കിലും? എനിവൺ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇവിടെ എന്താണ് എന്ന് ആർക്കെങ്കിലും പറയാമോ? രണ്ട് കാര്യങ്ങളാണ് അവിടെ വന്നത്. രണ്ട് കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലേക്ക് ആരെയാണ് എടുക്കേണ്ടത്? നിങ്ങൾ പഠിച്ചു വെച്ചിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് അവിടെ ചെറിയൊരു തിരുത്ത് ഞാൻ നൽകിയിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ഉറക്കെയൊന്ന് പറയാമോ ആർക്കെങ്കിലും? പറയടാ, നിങ്ങൾ ഇങ്ങനെയല്ല റീകളക്ട് ചെയ്യുക. പഠനത്തിന്റെ ഒരു ഭാഗമാണ് റീകളക്ടിങ് എന്ന് പറയുന്നത്. ആ റീകളക്ട് ചെയ്താൽ തന്നെ നിങ്ങൾ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എല്ലാവരും മറന്നുപോയി കാണും അല്ലേ? ഞാൻ പഠിപ്പിച്ചായിരുന്നോ അത്? മെമ്പേഴ്സ് സൈൻ ചെയ്യുമെന്നോ അങ്ങനെയാണോ പറഞ്ഞത്? അത് റൈറ്റ് ആണ്. അതായത് നേരത്തെ ആണെങ്കിൽ വെളിയിൽ നിന്നായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, നേരത്തെ പഠിച്ചത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ നോട്ട് ലെസ് ദാൻ 3 persons എന്നായിരുന്നു. അത് ഇൻഡിവിജ്വൽസ് ആക്കി കേട്ടോ. എന്നിട്ട് നേരത്തെ നിങ്ങൾ പഠിച്ച ഹൂ നീഡ് നോട്ട് ബി ദ മെമ്പർ ഓഫ് സൊസൈറ്റി. നേരത്തെ ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ എടുക്കുന്ന മെമ്പേഴ്സ് ആ കമ്മിറ്റിയിലെ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലെ മെമ്പർ, കമ്മിറ്റിയിലെ സൊസൈറ്റിയിലെ മെമ്പർ ആകണമെന്നില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഹൂ വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി എന്നാക്കി. അപ്പൊ ഇൻഡിവിജ്വൽ മാറ്റി 3 person മാറ്റി 3 individuals ആക്കി. ഹൂ വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി എന്നാക്കി. അതിന് ഒരാളെ കൺവീനർ ആക്കും. അതിന്റെ കാലാവധി 6 മാസമാണ്. വേറെ അഗ്രിഗേറ്റീവ് പീരീഡ് ഒരു 6 മാസം കൊണ്ട് 1 year ആവും. അപ്പൊ അതാണ് അതിനകത്തെ കാര്യം കേട്ടോ. നമ്മൾ പറഞ്ഞു വന്നതിൽ നിന്ന് കുറച്ച് മാറി അല്ലേ? സാരമില്ല, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചോ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പ്രൊവിഷൻ ആസ് ടു സർട്ടൻ പെൻഡിങ് പ്രൊസീഡ്സ് വരുമ്പോഴത്തേക്ക് 32, 33 അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 33 എന്ന് പറഞ്ഞു കേട്ടോ. 33 അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കേട്ടോ. അത് മനസ്സിലാക്കണം. അതാണെങ്കിൽ നേരെ ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ, അതായത് 71, 76 ഒക്കെ ഇല്ലേടാ അഡ്മിനിസ്ട്രേറ്റർ കോർട്ടിന്റെ അവാർഡിന്മേലുള്ള ആർബിട്രേഷൻ കോർട്ടിന്റെ അവാർഡിന്മേലുള്ള അപ്പീല്, രജിസ്ട്രാറുടെ ആർബിട്രേഷൻ അവാർഡിന്മേൽ, അങ്ങനെയുള്ള
71 76 നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ആ കാര്യങ്ങളൊക്കെയാണ് നേരെ ട്രിബ്യൂണലിലേക്ക് പോകണം. 71 76. എനി ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 6, അതുപോലെ എനി അവാർഡ് ഓഫ് ദ കോർപ്പറേറ്റ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 71, അങ്ങനെയാണെങ്കിൽ അത് അപ്പീൽ ടു ട്രിബ്യൂണൽ ആണ് കേട്ടോ. അതാണ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം. അതാണ് 82 പറയുന്നത് കേട്ടോ. 82, അതായത് സെക്ഷൻ 82 പറയുന്നതാണ് അപ്പീൽ ടു ട്രിബ്യൂണൽ. അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ അപ്പീൽ ടു ട്രിബ്യൂണൽ എന്ന് പഠിച്ചിട്ടില്ലേ? 81 ട്രിബ്യൂണൽ, 81A എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കാം, മേ ബി, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയില്ല. സാധാരണ നമ്മൾ 82 ആണ് അപ്പീൽ ടു ട്രിബ്യൂണൽ ആണ് വരാറുള്ളത് CCB ഒക്കെ പഠിക്കുമ്പോൾ അല്ലേ. ഓക്കെ, അവിടെ പറയുന്നത് എന്താണ്? ഏതൊക്കെ അപ്പീലുകൾ ട്രിബ്യൂണൽ മുമ്പാകെ പോകാം, അല്ലെ ട്രിബ്യൂണൽ നൽകാം, ഏതൊക്കെ അപ്പീലുകൾ ഈ പറഞ്ഞ ട്രിബ്യൂണൽ മുമ്പാകെ നൽകാം, അല്ലെങ്കിൽ ഓക്കെ. അപ്പം അതിൽ ഒന്നാമത്തെ പഠിക്കണം, ആൻ അവാർഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 71 പഠിക്കണം. അത് ആൻ ഓർഡർ ഓഫ് രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 14(8) ക്ലോസ് 2 ആൻഡ് സെക്ഷൻ 14A അതിന്റെ ക്ലോസ് 2, ഇത് രണ്ടും ഇപ്പൊ ഇല്ല, അത് പഠിക്കണ്ട. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇപ്പൊ ഇല്ല. ഈ ക്ലോസ് രണ്ടാമത് പറഞ്ഞങ്ങ് വിട്ടേ, ഈ രണ്ട് ക്ലോസ് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് എനി ഡിസിഷൻ ഓഫ് രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76. ഈ രണ്ടെണ്ണം പഠിച്ചാൽ 76 സെക്ഷൻ 76 സോറി സെക്ഷൻ 70 സബ്സെക്ഷൻ 1ഉം സെക്ഷൻ 70 സബ്സെക്ഷൻ 6 മാത്രം പഠിച്ചാൽ മതി. ആൻ അവാർഡ് ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 70 സബ്സെക്ഷൻ 1 ആൻഡ് എനി ഡിസിഷൻ ഓഫ് ദ രജിസ്ട്രാർ മെയ്ഡ് അണ്ടർ സെക്ഷൻ 76. ഈ രണ്ട് കാര്യം പഠിക്കണം. ഇത് രണ്ടും ചോദിക്കാൻ വേണമെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഈ അപ്പീൽ ട്രിബ്യൂണലിൽ പോകേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെ, രണ്ടെണ്ണം തെറ്റു തരും, രണ്ടെണ്ണം ശരി തരും പറയുകയാണെങ്കിൽ, എന്നിട്ട് A and B, A and D അങ്ങനെ എങ്ങനെ വേണം ചോദിക്കാമല്ലോ. അതുകൊണ്ട് രണ്ടും പഠിച്ചോണം കേട്ടോ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഈ പറഞ്ഞ സെക്ഷൻ 17(1) സോറി സെക്ഷൻ 70 ഇങ്ങനെ പറയാം. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് സെക്ഷൻ 70 സബ്സെക്ഷൻ 1ഉം സെക്ഷൻ 70 സബ്സെക്ഷൻ 6ഉം ഈ കേസിൽ മേൽ അവാർഡ് കിട്ടി 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകണം. 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ പോകണം. ഇതിന്മേൽ ട്രിബ്യൂണൽ ഓർഡർ 6 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കണം. ഇതിന്മേൽ ട്രിബ്യൂണൽ ഓർഡർ 6 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കണം. ഈ അപ്പീൽ മേലുള്ള വിധിയുടെ ഓർഡർ 15 ദിവസത്തിനുള്ളിൽ പാർട്ടിക്ക് അയച്ചു കൊടുക്കണം. ആ പാർട്ടികൾക്ക് അയച്ചു കൊടുക്കണം. അപ്പീൽ മേലുള്ള വിധിയുടെ ഓർഡർ വിത്തിൻ 15 days അങ്ങനെ പഠിക്കണം കേട്ടോ. 15 ദിവസത്തിനുള്ളിൽ പാർട്ടിക്ക് അയച്ചു കൊടുക്കണം. ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ്, അതിന്മേൽ വീണ്ടും ഒരു അപ്പീൽ ഇല്ല. ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ്, അതിന്മേൽ അപ്പീൽ ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 82 പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞേ, വ്യക്തമാകുന്നുണ്ടോ? വൃത്തിക്ക് പഠിക്കണം. നിങ്ങളുടേതായിട്ടൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണ്ട. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അതാണ് സെക്ഷൻ 82 പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കണം. അതാണ് 81, 81A, 82. ഇനി 83ലേക്ക് പോവുകയാണ്. അതാണ് സെക്ഷൻ 83 എന്ന് പറയുന്നത്. എന്താണ്? അപ്പീൽ ടു അതർ അതോറിറ്റി. എന്താണ് അപ്പീൽ ടു അതർ അതോറിറ്റി? ഒരു സംഘം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ അത് നിരസിക്കുന്ന കാരണത്താൽ, അങ്ങനെ ഇപ്പോൾ നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കും, ഒരു സംഘത്തിന്റെ രജിസ്ട്രേഷൻ, ആ രജിസ്ട്രേഷൻ നിരസിച്ചാൽ കാരണസഹിതം 15 ദിവസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടറെ അറിയിക്കണം. അങ്ങനല്ലേ സെക്ഷൻ 7(2) പ്രകാരം. ഇതിന്മേലുള്ള അപ്പീല് നിരസിച്ചാൽ ജോയിന്റ് രജിസ്ട്രാർ ആണെങ്കിൽ രജിസ്ട്രാർക്കും, രജിസ്ട്രാർ ആണെങ്കിൽ ഗവൺമെന്റിലേക്ക് നമ്മൾ അപ്പീൽ പോകും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അതുപോലെ അമെന്റ്മെന്റ് ഓഫ് ബൈലോ ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. സെക്ഷൻ 12 ആണ് അമെന്റ്മെന്റ് ഓഫ് ബൈലോ. റൂൾ 9 സെക്ഷൻ 12 റൂൾ 9 അതാണ് അമെന്റ്മെന്റ് ഓഫ് ബൈലോ. മറ്റേ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 ആണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അമെന്റ്മെന്റ് ഓഫ് ബൈലോയുടെ കാര്യം അത് നിരസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പീലിന് പോകാം. അത് നമ്മൾ ജോയിന്റ് രജിസ്ട്രാർ നിരസിച്ചാൽ രജിസ്ട്രാർ നിരസിച്ചാൽ എന്താണ് ഗവൺമെന്റ്, അങ്ങനെയാ പോകുന്നത്. അങ്ങനെയല്ലേ പോകുന്നത്? അപ്പം ഒരു സഹകരണ സംഘത്തിലെ മെമ്പർഷിപ്പ് നിരസിച്ചാലോ അപ്പോഴും എവിടെ പോവാം? എവിടെ പോവാടാ? അപ്പീലിന് പോവാം അല്ലേ? 6 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി മെമ്പർഷിപ്പ് നൽകേണ്ട തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷേ തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ രജിസ്ട്രാർക്ക് റിക്വസ്റ്റ് നൽകണം. രജിസ്ട്രാർ റിക്വസ്റ്റിന് മേൽ 1 മാസത്തിൽ തീരുമാനം എടുക്കും. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നത്. രജിസ്ട്രാർ തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ റെപ്രസെന്റേഷൻ നമ്മൾ നൽകും അല്ലേ? ജോയിന്റ് രജിസ്ട്രാർക്കാണ് നമ്മൾ റിക്വസ്റ്റ് നൽകിയതെങ്കിൽ രജിസ്ട്രാർക്കാണ് നമ്മൾ റിക്വസ്റ്റ് നൽകിയതെങ്കിൽ ഗവൺമെന്റിന് നമ്മൾ റെപ്രസെന്റേഷൻ നൽകും. ഈ റെപ്രസെന്റേഷന് മേൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ് തീരുമാനം എടുക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഈ കാര്യം ഞാൻ പറഞ്ഞത് ഒരു ജില്ലാ ഏരിയ ഓഫ് ഓപ്പറേഷൻ സംഘത്തിന്റെ കാര്യം പറഞ്ഞത്. എന്നാൽ പ്രൈമറി സബ്സിഡിയുടെ കമ്മിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ JR എന്നുള്ള ജോയിന്റ് രജിസ്ട്രാർ എന്ന് പറഞ്ഞ കാര്യം എല്ലാം എന്ത് വരും? അസിസ്റ്റന്റ് രജിസ്ട്രാർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സംഘത്തിന്റെ പ്രൈമറി ആണോ സെൻട്രൽ ആണോ എന്നൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റെപ്രസെന്റേഷനും ഈ പറഞ്ഞ അപ്പീലും ഒക്കെ നൽകേണ്ടത്. അത് നിങ്ങൾ മനസ്സിലായിക്കോണം. ക്ലിയർ ആണോ പറഞ്ഞേ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോണേ. നമ്മൾ പൊതുവെ ആണ് പറയുന്നത്.
കേട്ടോ. റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ടു ഗെറ്റ് ആൻ ഓർഡർ ആണ്. അപ്പീൽ എന്ന് വെച്ചാൽ എന്താണ്? എഗനിസ്റ്റ് ദ ഓർഡർ ആണ്. അതുകൂടെ നിങ്ങൾ ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഇരിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ നാലാമത്തെ കേസ് പറയാം. ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ, 2 ബൈലോ അമെന്റ്മെന്റ്, 3 മെമ്പർഷിപ്പ്. ഇനി 4 സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറി ഓർഡർ, സെക്ഷൻ 66 പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ ഓർഡർ, സെക്ഷൻ 67 പ്രകാരം, അതുപോലെ സെക്ഷൻ 68 പ്രകാരമുള്ള ഓർഡേഴ്സ് ഉണ്ട്. ഈ ഓർഡർ ഇട്ട് ഏത് അതോറിറ്റി ആണോ അതിന് മുകളിൽ വേണം നമ്മൾ അപ്പീൽ പോകാൻ വേണ്ടി, അല്ലേ? സാധാരണ അങ്ങനെയല്ലേ, നമുക്ക് ഒരു അതോറിറ്റി ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അപ്പീലിന്റെ അതോറിറ്റിയിലാണ് നമ്മൾ ഇപ്പോൾ ഹൈക്കോടതിയിലാണ് നമുക്കൊരു വിധി വന്നെങ്കിൽ നമ്മൾ പിന്നെ ഹൈക്കോടതിയിലാണ് അപ്പീൽ കൊടുക്കുന്നത്, അല്ല ആർക്ക് കൊടുക്കും? സുപ്രീം കോടതി, അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ആരാണോ അതിന് ആ ഒരു ഓർഡർ ഇട്ട അതോറിറ്റി, അതിന്റെ അപ്പീലിന്റെ അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യണം? മേലധികാരിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അപ്പീൽ പോകണം. മനസ്സിലായോ? അപ്പൊ എൻക്വയറി, ഇൻസ്പെക്ഷൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ സർചാർജ്, അതാണ് 68. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന ഒന്നെങ്കിൽ രജിസ്ട്രാർ സ്വമേധയാലോ, അത് സോമോട്ടോ എന്ന് പറയും, രജിസ്ട്രാർ സ്വമേധയാലോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട് അവരുടെ ആപ്ലിക്കേഷൻ മുഖേനയോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എൻക്വയറി നടത്തുന്ന അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളുടെയോ ഒക്കെ റിക്വസ്റ്റ് മുഖേനയാണ് അതിന് അവരിൽ നിന്ന് പണം മുഖേനയാണ് അപ്പീൽ പോകുന്നത്. അതിനുമേലുള്ള പണമൊക്കെ അവർ ഈടാക്കും ആ ഈ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട്. അത് എത്ര രൂപയാണ് നിശ്ചയിക്കുന്നതെന്ന് രജിസ്ട്രാർ ആണ് നിശ്ചയിക്കേണ്ടത്, അതിന്റെ ചാർജ് ഒക്കെ. ആ തുകയിൽ മേല് നമുക്ക് അപ്പീലിന് പോവാം. അതാണ് സെക്ഷൻ 67 എന്ന് പറയുന്നത്. സെക്ഷൻ 67 എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? സെക്ഷൻ 67 ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സെക്ഷൻ 67 എന്താണെന്ന്? കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്, 67 68 പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറയുന്നത് അപ്പീൽ ടു അതർ അതോറിറ്റിയിലേക്കുള്ള 4 കാരണങ്ങളാണ്. 1 രജിസ്ട്രേഷൻ, 2 അമെന്റ്മെന്റ്, 3 ഈ പറയുന്ന എന്താണ് മെമ്പർഷിപ്പ്, 4 65 എൻക്വയറി, 66 ഇൻസ്പെക്ഷൻ, പിന്നെ 67 ഈ പറയുന്ന എന്താണ് കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ 67, പിന്നെ 68 സർചാർജ്. ഇനിയുള്ളത് 71 വൈൻഡിങ് അപ്പ് ഉണ്ട്. അത് ആഫ്റ്റർ എൻക്വയറിക്ക് ശേഷമാണ്. അതും ഇൻസ്പെക്ടറുടെ ആകാം, അല്ലെങ്കിൽ 4-3 അംഗങ്ങളുടെ ആവശ്യപ്രകാരമാകാം. സംഘത്തിലെ ലെസ് ദാൻ, അതാണ് വൈൻഡിങ് അപ്പ്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേടാ, അംഗങ്ങൾ ലെസ് ദാൻ 25 ആയി കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് ആവും. 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ, ഇതൊക്കെ ഈ പറയുന്ന വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഭരണമില്ല, അവിടെ വേണേൽ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ്, അങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്റർ വരുന്നത് കേട്ടോ. മുമ്പേ പറഞ്ഞ ക്രൈറ്റീരിയക്കകത്ത് ഇതെല്ലാം വരും. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർ പുറപ്പെടുവിച്ചാൽ സംഘത്തിന് വേണമെങ്കിൽ അതിന്മേൽ അപേക്ഷ നൽകാം. ആ അപേക്ഷ രജിസ്ട്രാർക്ക് നിരസിക്കാം, അതിനും അപ്പീലിന് പോവാം സൊസൈറ്റിക്ക്. പറഞ്ഞു മനസ്സിലായോ? വൈൻഡിങ് അപ്പിന് രജിസ്ട്രാർ ഓർഡർ പുറപ്പെടുവിച്ചാൽ സംഘത്തിന് അപേക്ഷ നൽകാം, അല്ലെങ്കിൽ അപ്പീൽ നൽകാം. രജിസ്ട്രാർക്ക് നിരസിച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ അപ്പീൽ നൽകാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? അപ്പം അവിടെ അപ്പീലുണ്ട്. പിന്നെ 73 ഈ പറയുന്ന ലിക്വിഡേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ലിക്വിഡേറ്റർ ഉണ്ടല്ലോ, ലിക്വിഡേഷൻ നടത്തുന്ന ആള്. അപ്പൊ ലിക്വിഡേറ്ററുടെ അധികാരം അംഗങ്ങൾക്കെതിരെ ചിലപ്പോൾ ലിക്വിഡേറ്റർ പ്രയോഗിക്കും. പവർ ഓഫ് ലിക്വിഡേറ്റർ ആണ് 73, അല്ലെ? 73 പവർ ഓഫ് ലിക്വിഡേറ്റർ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വൃത്തിക്കും കേട്ടു മനസ്സിലാക്കി പോണേ. പവർ ഓഫ് ലിക്വിഡേറ്റർ എന്താണ്? അല്ല, സെക്ഷൻ 71 പവർ ഓഫ് ലിക്വിഡേറ്റർ അല്ലേ? അപ്പോൾ ഇത് 3 വർഷത്തിനുള്ളിൽ നടപടി പൂർത്തീകരിക്കാൻ ലിക്വിഡേറ്ററിന് കൊടുക്കുന്ന അധികാരമല്ല, അത് ഈ പറയുന്ന അംഗങ്ങൾക്ക് എതിരെ പ്രയോഗിക്കും. അപ്പം ഈ അംഗങ്ങള് ലിക്വിഡേറ്റർക്കെതിരെ അപ്പീലിന് പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ സാഹചര്യം ഉണ്ടാകാം. പിന്നെ 76 പ്രകാരമുള്ള ഓർഡറിന് മേൽ അപ്പീലിന് പോവാം. അത് എക്സിക്യൂഷൻ ഓഫ് അവാർഡാണ് ഈ 76 എന്ന് പറയുമ്പോഴത്തേക്ക്. അതിനുമേലുള്ള ഈ പറയുന്ന വിധി നടപ്പിലാക്കുന്ന കുറച്ച് രീതികളുണ്ട്. സിവിൽ കോടതി വഴി, ജില്ലാ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വഴി, രജിസ്ട്രാർക്ക് നേരിട്ടോ ചുമതലപ്പെടുത്തിയ ആൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതുമുണ്ട്. അങ്ങനെ ഈ പറയുന്ന എക്സിക്യൂഷന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യാതെയാണ് ഈ പറയുന്ന സെയിൽ ഓഫീസർ പോകുന്നതെങ്കിൽ അതിനെതിരെ ഉള്ള അപ്പീലിന് പോകാൻ പറ്റും. അപ്പോൾ 76 പ്രകാരമുണ്ട്. പിന്നെ 78 പ്രകാരമുണ്ട്. കണ്ടീഷണൽ അറ്റാച്ച്മെന്റിനെതിരെ പോകാം. 78 റൂൾ 93 ലോൺ എടുത്ത വസ്തു ലോൺ അടയ്ക്കാതെ വരുമ്പോൾ ആർബിട്രേഷൻ കേട്ട്, ഇപ്പോൾ ലോൺ എടുത്ത, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെ, ലോൺ എടുത്ത വസ്തു ലോൺ അതിന്മേലുള്ള ലോണ് ഒരു വ്യക്തി അടയ്ക്കാതെ വരുന്നു. അപ്പോൾ ആർബിട്രേഷൻ കേസ് രജിസ്ട്രാർക്ക് നൽകി, അതിന്മേൽ അവാർഡ് വന്നു. സൊസൈറ്റിക്ക് നേരിട്ട് പോയിട്ട് ഈ പറയുന്ന അറ്റാച്ച്മെന്റ് നടത്താൻ സാധിക്കത്തില്ല, അല്ലെ? സെയിൽ ഓഫീസറെ വെക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് പൊതുവെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവാർഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ലോണി ആ സ്ഥലത്തിന്റെ ഘടന തന്നെ മാറ്റിക്കൊണ്ട് മണ്ണെടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ മറിച്ച് വിൽക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെട്ട, രജിസ്ട്രാർ അറിയിക്കും, രജിസ്ട്രാർക്ക് അത് ബോധ്യപ്പെട്ട, സെക്രട്ടറി അത് അറിഞ്ഞു, രജിസ്ട്രാർ അറിയിക്കും, രജിസ്ട്രാർക്ക് അത് ബോധ്യപ്പെട്ട, കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഇടാം. സെക്ഷൻ 78 റൂൾ 93. അപ്പൊ അതിന്മേലുള്ള അപ്പീൽ, അങ്ങനെ കുറെ കാര്യം, അതാണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് ഓർഡർ ഇടും. അതിന്മേൽ ഉണ്ട് അപ്പീലിന് പോകാം. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ഓർഡർ, അല്ലെ ഏത് ഓർഡർ ആണോ അത് രജിസ്ട്രാറുടെ അധികാരം മൊത്തമായോ ഭാഗികമായോ മേൽ പറഞ്ഞവ ഏതാണെന്നെങ്കിൽ തന്നെ ആ ഓർഡറിന് മേൽ എല്ലാം അപ്പീലിന് പോകാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അപ്പീൽ ടു അതർ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ പോകാം. എന്നാൽ കേസിൽ മേൽ പറഞ്ഞവ ഏതായാലും അത് അവാർഡ് വന്ന് 60 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിനോ രജിസ്ട്രാറിനോ അപ്പീൽ നൽകണം. എത്ര ദിവസത്തിനുള്ളിലാണ്? 60 ദിവസത്തിനുള്ളിൽ. 60 ദിവസത്തിനുള്ളിൽ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതാണ് അപ്പീൽ ടു അതർ അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കുറച്ച് ഏറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഇതൊക്കെ എഴുതാവും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞത് നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇനി 84 എന്ന് പറയുമ്പോൾ റിവിഷൻ ബൈ ട്രിബ്യൂണൽ ആണ്. അത് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ പോകാം. പക്ഷേ അതിനുവേണ്ടിയുള്ള എവിഡൻസ് ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അപ്പീലിന്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എത്രയാണ് കേസ് അവാർഡ് അതായത് അപ്പീലിന്റെ സമയം എന്ന് പറഞ്ഞാൽ അവാർഡ് വന്ന 60 ദിവസത്തിനുള്ളിൽ ആണ് ഈ പറയുന്ന അപ്പീൽ പോകേണ്ടത് അല്ലേ? ആണല്ലോ. അപ്പോൾ 60 ദിവസം കഴിഞ്ഞു പോയാൽ വിധി നോക്കിയപ്പോൾ നിയമപരമായിട്ട് ആ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന്മേൽ റിവിഷന് പോകാൻ പറ്റും. റിവിഷൻ പെറ്റീഷൻ നൽകുക. ട്രിബ്യൂണൽ അത് പരിശോധിക്കുക. എന്നിട്ട് അവാർഡ് നൽകിയ അതോറിറ്റിക്ക് വീണ്ടും അത് കേൾക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ട്രിബ്യൂണൽ വീണ്ടും വിടും. അതാണ് റിവിഷൻ ബൈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. റിവിഷൻ 84 പഠിച്ചു വെച്ചോളൂ. റിവിഷൻ 84. ഇനി 85 എന്ന് വെച്ചാൽ റിവ്യൂ ഓഫ് ദ ഓർഡർ ബൈ ട്രിബ്യൂണൽ ആണ്. അതായത് അപ്പീലിന്റെ വിധി വന്നു, അപ്പീൽ കൊടുത്തതിനകത്ത് വിധി വന്നു. 90 ദിവസത്തിനുള്ളിൽ നമ്മൾ റിവ്യൂ നൽകണം. 90 ദിവസത്തിനുള്ളിൽ റിവ്യൂ നൽകണം. പഠിക്കണം ഇതൊക്കെ. അപ്പീൽ നൽകിയ വിധിക്ക് എതിരെയാണ് റിവ്യൂ നൽകേണ്ടത്. ഇപ്പം ട്രിബ്യൂണലിനെതിരെയാണ് റിവ്യൂ നൽകിയതെങ്കിൽ ട്രിബ്യൂണൽ നൽകിയ അപ്പീൽ മേലുള്ള വിധിയാണ് ആ റിവ്യൂ നൽകേണ്ടത്. അത് യുക്തിപൂർവ്വം മനസ്സിലാക്കാൻ പറ്റും. റിവ്യൂ ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രാർ. സ്വാഭാവികമായിട്ടും അങ്ങനെയും സംഭവിക്കാം അല്ലേ? രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഓർഡർ മേൽ വേണമെങ്കിൽ അപ്പീലിന് പോകുന്നു. ഇപ്പോൾ ട്രിബ്യൂണലിന് അപ്പീൽ പോയി വിധി വന്നു. അത് രജിസ്ട്രാറുടെ വിധിക്ക് എതിരെ വേണമെങ്കിലും ആ ഒരു വിധി വരാമല്ലോ. രജിസ്ട്രാർ പുറപ്പെടുവിച്ച വിധിക്ക് എതിരെയാണ് വിധി വന്നത്. അപ്പോൾ രജിസ്ട്രാർക്ക് ട്രിബ്യൂണലിന്റെ വിധിക്ക് മേൽ റിവ്യൂ നൽകുന്നു. അതിനുള്ള തെളിവുകളുമായി ചെന്ന് കഴിഞ്ഞാൽ ആ അത്തരം നടപടികളുമായി ബന്ധപ്പെട്ട റിവ്യൂ അവിടെ നടത്താം. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ പാർട്ടി. ആപ്ലിക്കേഷൻ ആ ഒരു പാർട്ടി ആരാണോ ആ പാർട്ടി ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ പുറപ്പെടുവിക്കുന്ന റിവ്യൂ ഒക്കെ വരുമ്പോൾ ചിലപ്പം എന്താണ് നമ്മുടെ അതോറിറ്റിക്ക് എതിരെ തന്നെ വരും. ഇവിടെ പറഞ്ഞു ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ, തെളിവുകൾ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വരും കേട്ടോ. അതൊരു ലോൺ എടുത്ത കേസിൽ വിധി വന്നു. അതിന്മേലെ ഡീഫോൾട്ടർ അപ്പീലിന് പോയി. ട്രിബ്യൂണലിൽ ഡീഫോൾട്ടർക്ക് എതിരെ വീണ്ടും ഒരു ഓർഡർ ഇട്ടു. ഡീഫോൾട്ടർക്ക് ട്രിബ്യൂണലിന്റെ വിധിക്ക് മേൽ റിവ്യൂ നൽകാം. അതിന് തെളിവുമായി ചെല്ലുവാണെങ്കിൽ വിധി നൽകാമെന്നാണ് പറയുന്നത് കേട്ടോ. റിവ്യൂ ട്രിബ്യൂണൽ വീണ്ടും പരിശോധിക്കും. അപ്പീൽ നൽകിയ സമയത്ത് ഇല്ലാതിരുന്ന എന്തെങ്കിലും പുതിയ തെളിവ് ഉണ്ടായിരിക്കണം എങ്കിലേ പരിശോധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പീൽ മേലുള്ള വിധിയിൽ എന്തെങ്കിലും തെറ്റുകൾ ട്രിബ്യൂണലിന് ബോധ്യപ്പെടണം എങ്കിലേ ഇതൊക്കെ റിവ്യൂ ഒക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കണം. അത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന റിവ്യൂവിനകത്ത് പറയുന്നത്. സെക്ഷൻ 85 പറയുന്നത്. 86 ഇന്റർലോക്യൂട്ടറി ഓർഡറിനെ പറ്റിയാണ് പറയുന്നത്. ഇന്റർലോക്യൂട്ടറി ഓർഡർ എന്ന് പറയുന്നത് ഇടക്കാല ഉത്തരവാണ്. അതായത് അപ്പീൽ ട്രിബ്യൂണൽ നൽകി അതിന്റെ വിധി വന്നില്ല. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി, അതിനെതിരെ ട്രിബ്യൂണലിൽ അപ്പീലിന് പോയി, അതിന്റെ വിധി വന്നിട്ടില്ല, പഴയ വിധി നടപ്പിലാക്കാൻ സാധിക്കുന്നുമില്ല, പുതിയ വിധി വന്നിട്ടുമില്ല. ആ സമയത്ത് ഒരു ഇടക്കാല വിധി ട്രിബ്യൂണൽ പുറപ്പെടുവിക്കുക. അതിനാണ് നമ്മൾ സെക്ഷൻ 86 ഇന്റർലോക്യൂട്ടറി ഓർഡർ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 87 ഉണ്ട്. അതാണ് പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അതായത് രജിസ്ട്രാർ ആണ് റിവിഷൻ കേൾക്കേണ്ടത് എങ്കിൽ രജിസ്ട്രാറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ രജിസ്ട്രാർക്കും അതായത് രജിസ്ട്രാർ ആണ് ഈ റിവിഷൻ കേൾക്കുന്നതെങ്കിൽ രജിസ്ട്രാറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ രജിസ്ട്രാർക്കും. ഇപ്പം സെക്ഷൻ 3(2) അത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് രജിസ്ട്രാർ എന്ന് പറയുമ്പോഴത്തേക്ക് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഉണ്ട്. അതെന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. ആ രജിസ്ട്രാർ എടുത്ത തീരുമാനമാണെങ്കിൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള രജിസ്ട്രാർക്ക് ആ റിവിഷൻ കേൾക്കാം. അതായത് സെക്ഷൻ 2 എന്ന് ഈ സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? രജിസ്ട്രാർ ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് രജിസ്ട്രാർ ആണ്? 2 എന്ന് പറഞ്ഞാൽ എന്ത് രജിസ്ട്രാറാ? നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല? ഫംഗ്ഷൻ രജിസ്ട്രാർ എന്ന് കേട്ടിട്ടുണ്ടോ? സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഫംഗ്ഷൻ രജിസ്ട്രാർ ആണ്. ഏതെല്ലാമോ അധികാരങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 3(2) പ്രകാരമുള്ള രജിസ്ട്രാർ എടുത്ത തീരുമാനമാണെങ്കിൽ അതിന്മേൽ രജിസ്ട്രാർക്ക് റിവിഷൻ കേൾക്കാം. സെക്ഷൻ 3(1) പ്രകാരമുള്ള രജിസ്ട്രാർ എടുത്ത തീരുമാനമാണെങ്കിൽ അതായത് രജിസ്ട്രാർ അത് ഗവൺമെന്റിന് അതിന് റിവിഷൻ കേൾക്കാം. പറഞ്ഞ മനസ്സിലായോ? രജിസ്ട്രാർ ആണ് 3(1) കേട്ട 3(1) പ്രകാരമുള്ള രജിസ്ട്രാർ എടുത്ത തീരുമാനമാണെങ്കിൽ അത് 3(2) ഫംഗ്ഷൻ രജിസ്ട്രാർ എടുക്കുമോ? അത് ഇല്ല. താഴെയുള്ള അതോറിറ്റി നമ്മൾ പറഞ്ഞ അപ്പലിന്റെ അതോറിറ്റി കൊടുക്കണം. അപ്പം മെയിൻ രജിസ്ട്രാർ അപ്പലിന്റെ അതോറിറ്റി ഗവൺമെന്റ് ആണ്. 3(2)ന്റെ അപ്പലിന്റെ 3(1) ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 എന്ന് പറയുന്ന രജിസ്ട്രാർ അവരുടെ രജിസ്ട്രാർക്ക് പോകണം. എന്നാൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഫംഗ്ഷൻ രജിസ്ട്രാർ ആണ് ഈ പറയുന്ന തീരുമാനം എടുത്തിരിക്കുന്നതിൽ അതിന് മേലുള്ള റിവിഷൻ കേൾക്കേണ്ട ആരാണ്? അത് 3(1) ആണ്. മനസ്സിലായിക്കോണേ. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ക്ലാസ് വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട്സുമായി ബന്ധപ്പെട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിബ്യൂണലിന് അപ്പീൽ നൽകേണ്ടത് 60 ദിവസം പഠിച്ചു വെച്ചിട്ട് ട്രിബ്യൂണലിന് അപ്പീൽ നൽകേണ്ടത് വിത്തിൻ 60 days ആണ്. ട്രിബ്യൂണലിന് അപ്പീൽ നൽകേണ്ടത് വിത്തിൻ 60 days ആണ്. ട്രിബ്യൂണലിന് റിവിഷൻ നൽകേണ്ടത് അത് എങ്ങും പറയുന്നില്ല. ട്രിബ്യൂണലിന്
റിവിഷൻ നൽകേണ്ടത് കാലയളവ് നോട്ട് സ്പെസിഫൈഡ്. ട്രിബ്യൂണലിന് റിവ്യൂ നൽകേണ്ടത് വിത്തിൻ 90 ഡേയ്സ്. ട്രിബ്യൂണലിന് റിവ്യൂ നൽകേണ്ടത് വിത്തിൻ 90 ഡേയ്സ്. ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് അപ്പീൽ നൽകേണ്ടത് വിത്തിൻ 60 ഡേയ്സ്, 60 ദിവസം. ഗവൺമെന്റിലെ രജിസ്ട്രാർക്ക് റിവിഷൻ 3 months, വിത്തിൻ 3 months. ഗവൺമെന്റിലെ രജിസ്ട്രാർക്ക് റിവ്യൂ നോട്ട് സ്പെസിഫൈഡ്. ഇതിപ്പോ ഞാനൊരു ഈ സെക്ഷനകത്ത് പറയുന്നതല്ല കേട്ടോ, ഞാനങ്ങ് പഠിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണം ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫോം നമ്പർ ഉണ്ട്. ആ ഫോം നമ്പർ നമ്മൾ ഈ പറയുന്ന റൂള് 98 ഫോംസ് ഓഫ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോം നമ്പർ 15 അപ്പീലാകുമ്പോൾ 2 കോപ്പി നൽകണം. നിലവിലുള്ള വിധിയുടെ ഒറിജിനൽ നൽകണം. കോഡ് ഫീ സ്റ്റാമ്പ് എത്ര രൂപയുടെ ആയിരുന്നു പറഞ്ഞേ? 1 രൂപ 50 പൈസ അല്ലേ അടയ്ക്കണം. റൂൾ 123 പ്രകാരം അപ്പീൽ ഫീ അടച്ചതിന്റെ ചെല്ലാൻ റെസിപ്റ്റ് അല്ലേ, ഇത്രയും വെച്ച് വേണം ആപ്ലിക്കേഷൻ സെക്രട്ടറിക്ക് നൽകേണ്ടത്. പഠിപ്പിച്ചതാണോ? പഠിക്കണേ. ഫോം നമ്പർ 15 നോട്ട് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ 16 ആണ് റിവ്യൂ. നമ്മൾ പഠിച്ചു വരുമ്പം അപ്പീല് ആദ്യം വരും, ശരിയാണ്, 15. പിന്നെ നമ്മൾ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് റിവിഷൻ കഴിഞ്ഞിട്ട് റിവ്യൂ നമ്മൾ സെക്ഷനിൽ പഠിക്കണം. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? അത് കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ റിവിഷനാ 16, സോറി റിവ്യൂ 16, റിവിഷൻ 17. നമ്മൾ മറ്റേത് പഠിക്കുമ്പോൾ സെക്ഷൻ പഠിക്കുമ്പോൾ ഒരു ഓർഡറാണ്. 81 ട്രിബ്യൂണൽ, 82 അപ്പീൽ വരുന്നത്, 83 നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നേരെ അപ്പീൽ ടു അതർ അതോറിറ്റി. അത് കഴിഞ്ഞ് വരുന്നത് റിവിഷനാണ്. അതിന് ഫോം നമ്പർ വരുമ്പോൾ അങ്ങനെ വരുന്നത്, റിവിഷനാണ് വരുന്നത്. അപ്പീൽ റിവിഷൻ. അത് ഇവിടെ വരുമ്പോൾ അപ്പീൽ 15, അത് കഴിഞ്ഞ് 16 വരുന്ന റിവ്യൂ ആണ്. 17 റിവിഷൻ വരുന്നത്. അത് നോക്കിക്കോണം, പഠിച്ചോണോ. അത് ഇന്റർലോക്യൂട്ടോട് 18 ഫോം നമ്പർ കേട്ടോ. സെക്ഷൻ 81 അപ്പീൽ ഫോം നമ്പർ 15, സെക്ഷൻ 84 റിവിഷൻ ഫോം നമ്പർ 17, സെക്ഷൻ 85 റിവ്യൂ ഫോം നമ്പർ 16, സെക്ഷൻ 86 ഇന്റർലോക്യൂട്ടർ ഓർഡർ ഫോം നമ്പർ 18. കൃത്യമായിട്ട് പഠിക്കണം. വേറെ കുറെ ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നതൊക്കെ? ഹലോ എടേ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ അതോ പുകയാണോ? ഇത് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മാക്സിമം നിങ്ങൾക്ക് കാര്യങ്ങൾ തരുന്നുണ്ട്. നിങ്ങളത് വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് അത്രയ്ക്ക് നല്ലൊരു ചാപ്റ്ററാണ്. ഈ ഫോംസ് മാത്രമല്ല, വേറെ ഏതെങ്കിലും ഫോമിനെ പറ്റി നിങ്ങൾ ക്ലാസ് എടുത്തായിരുന്നോ? വേറെ ഏതെങ്കിലും ഫോം ഈ അപ്പീലും റിവ്യൂവും റിവിഷനുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഫോമിനെ പറ്റി പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു തന്നിരുന്നോ ഇന്നലെ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഈ 15, 16, 17, 18 അല്ലാതെ വേറെ ഫോംസ് ഉണ്ടല്ലോ, ഇല്ലേ? അത് എന്തുമായി ബന്ധപ്പെട്ട ഫോംസ് ആയിരുന്നു? റൂള് 101 അല്ലേ, മെയിൻ്റെനൻസ് ഓഫ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അവിടെ അപ്പീൽ ഇൻ രജിസ്റ്റർ ഫോം നമ്പർ 21 തെറ്റിപ്പോലെ തോന്നും. ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ആണെങ്കിൽ ഫോം നമ്പർ 22 ആണ്. ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ ആണെങ്കിൽ ഫോം നമ്പർ 23 ആണ്. ആപ്ലിക്കേഷൻ ഫോർ റീസ്റ്റോറേഷൻ ആണെങ്കിലോ ഫോം നമ്പർ 24 ആണ്. അതായത് മെയിൻ്റെനൻസ് ഓഫ് രജിസ്റ്റർ, സൊസൈറ്റി ഷാൽ മെയിൻറ്റെയിൻ സെപ്പറേറ്റ് രജിസ്റ്റർ ഫോർ ഈച്ച് സിറ്റിംഗ് പ്ലേസ് ഫോർ, അല്ലേ? അപ്പീൽ ഇൻ രജിസ്റ്റർ ആണെങ്കിൽ, അപ്പീൽ രജിസ്റ്റർ അല്ല കേട്ടോ, രജിസ്റ്റർ ആട്ടോ, അപ്പീൽസ് ഇൻ രജിസ്റ്റർ, അതാണ് ഫോം നമ്പർ 21. നമ്മൾ അപ്പീലിന്റെ 15 പറഞ്ഞപ്പോൾ ഇവിടെ രജിസ്റ്റർ ആകുമ്പോൾ 21 ആയിരുന്നു അപ്പീലിന്റെ. ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ആകുമ്പോൾ അത് ഫോം നമ്പർ 22 ആണ്. 16 22 വരും. ഏതാ ഫോം നമ്പർ 16 റിവ്യൂ. 17 റിവിഷൻ ആണ്, അത് ഫോം നമ്പർ 23 ആണ്. അവിടെ 17 വരുന്നത് അല്ലേ? ആണോടാ? തെറ്റുമോ? ഇതൊക്കെ കൂടെ തെറ്റിക്കരുത് കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അത് 24 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഫോർ മിസ്ലേനിയസ് മാറ്റേഴ്സ് ഇൻ അത് ഫോം നമ്പർ 25, അൺരജിസ്റ്റേർഡ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോം നമ്പർ 26, ഇതെല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ പഠിച്ചു. ആ ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്ന് സ്കിപ്പ് ഒരു റൂളും നമുക്ക് എന്താണ് കളയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇന്ന് പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? എനിവൺ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും? ഹലോ ഓക്കെ, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.